മനുഷ്യനെ തമ്മിലടിപ്പിച്ച് പണമുണ്ടാക്കുവാനാണ് എമ്പുരാൻ ടീം ശ്രമിച്ചതെന്നും കേരളത്തിലെ മതേതര വിഡ്ഢികൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ കുഴിച്ച കുഴിയിൽ വന്ന് വീഴുകയായിരുന്നുവെന്നും പറയുകയാണ് അഖിൽ മാരാർ. സിനിമയിൽ രാഷ്ട്രീയം പറയുന്നതിലോ യാഥാർത്ഥ്യം പറയുന്നതിലോ യാതൊരു തെറ്റുമില്ല. സമൂഹത്തോടുള്ള ഒരു കലാകാരന്റെ ചേർന്ന് നിൽക്കലാണ് അവന്റെ കലയിലൂടെ അവൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അവിടെ അവന് പണമല്ല ലക്ഷ്യം. ഒരു കാലത്ത് KPSC നാടകങ്ങൾ, സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ഇവയൊക്കെ ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരുന്നു. പണത്തേക്കാൾ ഉപരി അവരെ മുന്നോട്ട് നയിച്ചത് അവരുടെ ഉള്ളിലെ നീതിബോധമായിരുന്നു. അവിടെയാണ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് പണമുണ്ടാക്കുവാൻ ശ്രമിച്ച എമ്പുരാൻ എന്ന സിനിമയും അതിന്റെ അണിയറ പ്രവർത്തകരും സമൂഹത്തോട് ചെയ്ത ചതി തുറന്നു പറയേണ്ടിയിരിക്കുന്നതെന്നാണ് അഖിൽ മാരാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിരിക്കുന്നത്. എമ്പുരാൻ സിനിമ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയോ അതല്ല എങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുവാൻ ശ്രമിച്ച സിനിമയോ അല്ല. ബുദ്ധിജീവി എന്ന് മറ്റുള്ളവർ കരുതുന്ന മുരളി ഗോപിയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജിന്റെ കോടികൾ മുടക്കിയ വിവരക്കേട്, അതാണ് ഈ സിനിമ കണ്ടതിനു ശേഷം തനിക്ക് തോന്നിയതെന്നും അഖിൽ മാരാർ കുറിക്കുന്നുണ്ട്. സിനിമയിൽ കലാപം കാണിക്കാം, എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അപകടകരമാണ്, എതിർക്കപ്പെടേണ്ടതാണതെന്നും അഖിൽ മാരാർ കുറിക്കുന്നുണ്ട്. ജനഗണമന എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇത് തന്നെയാണ് അവിടെയും ഇവർ കാണിച്ചതെന്നാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ എമ്പുരാൻ എന്ന ഒരു സിനിമയിൽ കൂടി BJPയെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയ, അതല്ല എങ്കിൽ നരേന്ദ്രമോദിയെ BJPയുടെ ദേശീയ നേതാവാക്കി മാറ്റിയ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ ഗുജറാത്ത് കലാപം പുതിയ തലമുറ കൂടി അറിഞ്ഞിട്ടുണ്ട്. മുരളി ഗോപിയുടെ വികലതയുടെ വിഡ്ഢിത്തരങ്ങൾ ധാരാളമുള്ള സിനിമയിൽ മുഖ്യമന്ത്രിമാരായ ടൊവിനോ തോമസിനെയും സഹോദരി മഞ്ജു വാര്യറും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ഭാവിയിൽ ആ സിനിമയിൽ മുഖ്യമന്ത്രി ചെയ്തതുപോലെ രാഹുൽ ഗാന്ധി ചെയ്യുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്നും അഖിൽ മാരാർ ഈ ഒരു കുറിപ്പിലൂടെ ചോദിക്കുകയാണ്. ബോധപൂർവം നാട്ടിൽ കലാപം ഉണ്ടാക്കണമെന്ന ചിന്ത ഇല്ല എങ്കിൽ ഗുജറാത്ത് കലാപവും മുല്ലപ്പെരിയാർ ഡാമും ഇതുപോലത്തെ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിൽ ആരും പറയില്ല എന്നുകൂടിയാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. വൈകാരികത വിറ്റ് കാശാക്കുന്നവർ, നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കുന്നവർ കലാകാരന്മാരല്ല, കലാപകാരികളാണെന്നാണ് ഇദ്ദേഹം കുറിക്കുന്നത്. ലാലേട്ടൻ അന്നും ഇന്നും സംവിധായകന്റെ നടനാണ്. കഥ പോലും കേൾക്കാതെ സംവിധായകനെ വിശ്വസിച്ച് ചെയ്ത സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റുകളും. സിനിമ പൂർണ്ണമായും സംവിധായകന്റെയും എഴുത്തുകാരന്റെയുമാണെന്ന് വിശ്വസിക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളുമാണ് ലാലേട്ടൻ എന്നാണ് അഖിൽ മാരാർ കുറിക്കുന്നത്. ലാലേട്ടൻ ഒന്നിലും ഇടപെട്ട ചരിത്രം നാളിതുവരേക്കും താൻ കേട്ടിട്ടുകൂടിയില്ല. എന്നിട്ട് പോലും നാട്ടിൽ മനുഷ്യർ തമ്മിൽ വിഭാഗീയതയുടെ പേരിൽ പോരുവിളി നടത്തുന്നു എന്നറിഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിച്ച വലിയ മനസ്സിന്റെ ഉടമ കൂടിയാണ് ലാലേട്ടൻ എന്നാണ് അഖിൽ മാരാർ കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ എഴുത്തിൽ 1% പോലും വിമർശനം ലാലേട്ടൻ അർഹിക്കുന്നില്ല. 51 വെട്ട് കിട്ടിയ ചന്ദ്രശേഖരനേക്കാളും താഴെയാണ് 17 വെട്ട് കിട്ടിയ എമ്പുരാൻ എന്ന് കൂടി കേരളം ഓർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.